ഇപ്രാവശ്യം മൂപ്പര് വന്നിട്ട് പറയാണ്, നല്ല രസമുണ്ട്, 11 മദ്ഹ് അബൂജഹലിന് ഇയാൾ പറഞ്ഞതാ. ആ 11 ഞാനിവിടെ കേൾപ്പിച്ചിട്ട് ഓരോന്നും ഖുർആൻ ഓതി ഗണ്ണിച്ചതാ. ആ ഓതി ഗണ്ണിച്ച ഒരൊറ്റ ആയത്തോ ഒരൊറ്റ ഉദ്ധരണിയോ ഒരു സംഗതി ഇപ്രാവശ്യം മൂപ്പര് തൊട്ട് മറുപടി പറയാതെ, അത് ഓരോന്നോരോന്നെടുത്ത് മറുപടി പറയണമെന്ന് ഞാൻ പറഞ്ഞതാ, പറയാതെ ഇപ്പൊ മൂപ്പരെന്താ ചെയ്തെന്നറിയോ? നമ്മള് കാഫിറാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ദിവസം ഇയാള് അബൂജഹൽ മുശ്രിക്കും കാഫിറാന്ന് പറഞ്ഞിരുന്നു. അതായത് ഇങ്ങനെ മൂപ്പര് പറഞ്ഞു, അബൂജഹൽ മുശ്രിക്കാണ്, കാഫിറാണ്, കാരണം അല്ലാത്തവർക്ക് ഇബാദത്ത് എടുത്തു, അത് തന്നെ അങ്ങക്കുള്ള തകരാറ്. അപ്പൊ നമ്മൾക്ക് തകരാറുണ്ട് എന്ന് വരാൻ വേണ്ടി അബൂജഹൽ മുശ്രിക്കാണ്, കാഫിറാണ് എന്നൊരു സമയം ഇയാൾ പറഞ്ഞിരുന്നു. അപ്പറഞ്ഞ വിഷയം എടുത്തിട്ട് ഇപ്പൊ മൂപ്പര് ചെയ്തെന്തറിയോ? അബൂജഹലിന് കാപ്പട്ടില്ല എന്നും അബൂജഹലിന് ഈമാൻ ഉണ്ടായിരുന്നു എന്നും അബൂജഹല് അള്ളാഹ്ക്കല്ലാണ്ട് കൈവില്ല എന്ന് വിശ്വസിച്ചു എന്നും അള്ളാഹ് മാത്ര റബ്ബ് എന്ന് പറഞ്ഞു എന്നും ഇങ്ങനെ തുടങ്ങിയിട്ട് അബൂജഹലിന് പറഞ്ഞ 11 മദ്ഹ്, ആ 11 മദ്ഹും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്ത് നമ്പർ ഇട്ട് ഗണ്ണിച്ചപ്പോ ഇപ്പൊ മൗലവി എന്താ ചെയ്തറിയോ? ഇപ്പം വന്നിട്ട് പറയാ, അബൂജഹൽ കാഫിറാണ് മുശ്രിക്കാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞ മദ്ഹ അതാണോ ഞാൻ മദ്ഹ എന്ന് പറഞ്ഞ മൗലവി? ഇത് മദ്ഹല്ലേ? ഈമാൻ ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞില്ലേ? അതവരുടെ ഈമാനായിരുന്നു, അതവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു. അത് മദ്ഹോ ദമ്മോ? പറ മൗലവി, ഈമാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് മദ്ഹാണോ ആക്ഷേപമാണോ? പറയണം നിങ്ങൾ, അത് ആക്ഷേപമാണോ മദ്ഹാണോ? മുശ്രിക്കീങ്ങൾക്ക്, മക്കാ മുശ്രിക്കുകൾക്ക് കാപ്പട്യമില്ല നിങ്ങൾ പറഞ്ഞതാ. മക്കയിലെ മുശ്രിക്ക് ഉത്തരം മുട്ടിയപ്പോ പറഞ്ഞതല്ല, കാപ്പട്യം പറഞ്ഞതല്ല, പേരോട് കാപ്പട്യം കാണിക്കും പോലെ. അത് മദ്ഹാണോ ആക്ഷേപമാണോ? നിങ്ങളുടെ നാട്ടിൽ ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞ ആക്ഷേപ, കാപ്പട്ടില്ല എന്ന് പറഞ്ഞ ആക്ഷേപ. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. അത് ആക്ഷേപമാണോ മദ്ഹാണോ? അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അത് മദ്ഹാണോ ആക്ഷേപമാണോ? അല്ലാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു. അത് മദ്ഹോ ദമ്മോ? പറ മൗലവി. അല്ലാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു. അത് ആക്ഷേപമാണോ മദ്ഹാണോ? അല്ലാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു. അത് ആക്ഷേപമാണോ മദ്ഹാണോ? അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു. അത് മദ്ഹോ ദമ്മോ? പറ മൗലവി. അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു. അത് ആക്ഷേപമാണോ മദ്ഹാണോ? അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു. ആക്ഷേപമാണോ മദ്ഹാണോ? അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. മദ്ഹാണോ ആക്ഷേപമാണോ? മക്കയിലെ മുശ്രിക്ക് അല്ലാഹനെ തള്ളിയവരല്ല. അത് മദ്ഹോ ദമ്മോ? പറ മൗലവി. അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവര് തന്നെയാണ്. ആക്ഷേപമാണോ? പറയണം നിങ്ങൾ. എല്ലാ കഴിവും അല്ലാഹുവിനുള്ളത് തന്നെയാണ്. അവരുടെ തൽബിയത്ത് പോലും അതിന് തെളിവാണ്. അത് ആക്ഷേപമാണോ? അവർ അല്ലാഹുവിന്റെ റുബൂബിയത്തെ അംഗീകരിച്ചവരാണ്. അവർ അല്ലാഹുവിന്റെ റുബൂബിയത്തെ അംഗീകരിച്ചവരാണ്. അത് മദ്ഹാണോ ആക്ഷേപമാണോ? അല്ലാഹുവാണ് റബ്ബെന്ന് മക്കായിലെ മുശ്രിക്കീങ്ങളും അംഗീകരിച്ചതാണ്. അല്ലാഹുവാണ് റബ്ബെന്ന് മക്കായിലെ മുശ്രിക്കീങ്ങളും അംഗീകരിച്ചതാണ്. അത് മദ്ഹാണോ ആക്ഷേപമാണോ? പറയണം നിങ്ങൾ. നമ്പർ ഇട്ട് ഓരോന്നിനും ഖുർആനിൽ ഉദ്ധരിച്ചോരോന്ന് കേൾപ്പിച്ച് നിങ്ങളെ വെല്ലുവിളിച്ചില്ലേ മുജാഹിദ് മൗലവിമാരെ? ആ 11 ഓരോന്നും ക്ലിപ്പ് വെച്ച് മറുപടി പറയാൻ ഞാൻ വെല്ലുവിളിച്ചില്ലേ? 8 മാസം കഴിഞ്ഞിട്ട് വന്ന സലഫി ഒന്നിനു പോലും മറുപടി പറഞ്ഞില്ലല്ലോ.